അപ്പോൾ ഇതാണ് ഹലബ്ജ മോണുമെൻറ്റ്. ഇതിന് വലിയൊരു ചരിത്രമുണ്ട്. സദ്ദാം ഹുസൈന് ഇവിടെ ഇറാഖിൻ്റെ പ്രസിഡൻ്റായിരുന്ന സമയത്ത് 5000 കുർദുകളെ അണുബോംബിട്ട് കൊന്നൊടുക്കിയ സ്ഥലമാണ്. അതിൻ്റെ ഒരു ഓർമ്മക്കായിട്ടാണ് ഇവിടെ ഈ ഒരു കുർദിസ്ഥാൻ ഗവൺമെൻറ് ഇങ്ങനത്തെ ഒരു മോണുമെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ബാക്കിൽ കുറേ ചരിത്രമുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇന്നത്തെ കുർദിസ്ഥാനിൽ സുലൈമാനിയിലുള്ള ഹലബ്ജ ഒരു വലിയ ആണവ ബോംബിൻ്റെ കഥയാണ്. ഹലബ്ജ മോണുമെൻറ്റിൽ കയറുമ്പോൾ കാണുന്ന ഈ ഒരു പ്രതിമ അന്നത്തെ കാലത്ത് ജീവൻ നഷ്ടപ്പെട്ട ഒരാളുടെ മൃതദേഹം കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരാളുടെ രൂപമാണ്. This way. 1988 മാർച്ച് 16 രാവിലെ 11 മണിക്കാണ് ആ വലിയ സംഭവം. ഇറാൻ ഇറാഖ് യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഇറാൻ്റെ പിന്തുണയോടെ കുർദിഷ് പെഷ്മെർഗ ഗുവേരികൾ ഹലബ്ജ പിടിച്ചു. ഇറാഖ് വിമാനങ്ങൾ ഇന്നത്തെ കുർദിസ്ഥാനിൽ വലിയൊരു ആക്രമണം അഴിച്ചുവിട്ടു. രാസായുധങ്ങളും ബോംബുകളും കൊണ്ട് ഈ നഗരം മൂടപ്പെട്ടു. ഇതിൽ ഏറ്റവും ദുരന്തം വിധിച്ചത് രാസായുധങ്ങളായിരുന്നു. 3000-ഓളം പേർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത്. Nice. 1956, 1956, 55, 1952, 55 കാലഘട്ടത്തിലുള്ള ഒരു കുർദിസ്ഥാനിലെ ഒരു സ്കൂളിലെ ഫോട്ടോ ആണിത്. ദിസ് ഈസ് സ്കൂൾ മദ്രസ. ആ കാലത്തുള്ള ഒരു സ്കൂളിലെ ഒരു ഫോട്ടോ ഇത്. ഇതാണ് കുർദിഷ് ഡാൻസ്. ഇപ്പോഴും ഇവിടുത്തെ കുറേ മൗണ്ടൈനിലെ സ്ഥലങ്ങളിൽ ഈ കുർദിഷ് ഡാൻസ് കളിക്കുന്നുണ്ട് ഇവർ. ഇത് കുർദിഷ് മ്യൂസിക് കാണിക്കുന്ന കുറച്ച് ഫോട്ടോസാണ്. നല്ല ഇവരെ ട്രഡീഷണൽ ആയിട്ടുള്ള മ്യൂസിക്, ഡാൻസ് കാര്യങ്ങളെല്ലാം പണ്ടേ ഉള്ള ആ ഒരു ഫോട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് കുർദിഷ് ഡാൻസ്. ഓക്കെ, ഷുഹദാ. അപ്പോൾ ഇതാണ് ആ ഇവിടെ നടന്നിട്ടുള്ള അണുബോംബിൻ്റെ ഒരു ചെറിയൊരു പ്രതീകം പോലെ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് മരിച്ച ആളുകളെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു സീനാണിത്. ഇപ്പം ആളുകൾ ഇവിടെ വന്നിട്ട് റോസാപ്പൂക്കൾ ഇവിടെ വെച്ചിട്ട് ആ ഒരു ദിനം ഓർമ്മിക്കുന്നുണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. ഇത് ആ കാലത്ത് ഒരു 5000 ആളുകൾ ഒറ്റയടിക്ക് മരിക്കുക എന്ന് പറയുമ്പം അതിൽ ചെറിയ മക്കളുണ്ട്, വൃദ്ധന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, വയോധികരുണ്ട്. ഇത് ഉദ്ദേശിക്കുന്നത് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുമ്പോഴുള്ള മരണപ്പെട്ട ഒരാളെയാണ് ഇവിടെ കാണുന്നത്. റൊട്ടി ഉണ്ടാക്കുന്നു, അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ ബോംബ് പൊട്ടുന്നു, മരിക്കുന്നു. അതാണ് ഇവരിപ്പോൾ ഇവിടെ കാണിക്കുന്ന സംഭവം. ഇവിടെ ഒരാൾ മരിച്ചെടുക്കുന്ന ഒരു സംഭവം. ഹലബ്ജ മോണുമെൻറ്റിൽ കയറുമ്പോൾ അന്നത്തെ ആ ഭീതി പടർത്തിയ ദൃശ്യം ഇന്നും അവർ ഇതുപോലെ രൂപീകരിച്ചിട്ടുണ്ട്. 3100ഓളം ആളുകളാണ് അന്ന് മരണപ്പെട്ടത്. അതായത് 5000 ആളുകളാണ് കുർദിസ്ഥാനിലുണ്ടായ അണുബോംബിൽ മരണപ്പെട്ടത്. അപ്പോൾ ആ ആളുകളുടെ പേരാണ് ഈ കാണുന്ന ഫുള്ളും കൊത്തിവെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ 2-3 പേരുകളെ ഞാൻ വായിക്കാം. അലി അഹമ്മദ് സാലിഹ്, മുഹമ്മദ് അലി അഹമ്മദ്, പിന്നെന്താ
ജാബിർ റഷീദ് അസീസ്, അങ്ങനെ കുറേ ആൾക്കാർ, അതായത് മരണപ്പെട്ട 5000 ആളുകളുടെ പേര് ഇവിടെ മാർബിൾ കല്ലുകളിൽ ഇവർ കൊത്തിവെച്ചിട്ടുണ്ട്. ഹലബ്ജയിലെ ആക്രമണത്തിൽ 7000 പേർക്കാണ് അന്ന് പരിക്കേറ്റത്. ഇത് അന്ന് ആ സമയത്തുണ്ടായ ഫോട്ടോ ആണ്. ഈ സംഭവം നടക്കുന്നത് 1958 മാർച്ചിലാണ്. അപ്പോൾ ഏകദേശം 36 കൊല്ലമായി ഈ സംഭവം ഇവിടെ നടന്നിട്ട്. അപ്പോൾ ആ സമയത്ത് എടുത്ത ഫോട്ടോസാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ അതിലത്തെ മക്കളെ ഫോട്ടോ അടക്കുന്നുണ്ട്. നോക്കിയാട്ടോ മക്കളെല്ലാം മരിച്ചു. അതെല്ലാം കാണുമ്പോൾ ഒരു സെക്കൻഡ് പോലും നിൽക്കാൻ തോന്നുന്നില്ല, അത്രക്കും വിഷമം തോന്നുന്നുണ്ട്. ഇത് ആ സമയത്ത്, ഇതെല്ലാം ആ സമയത്ത് ഇവര് മരണപ്പെട്ട ആൾക്കാരെ ഫോട്ടോ എടുത്തു വെച്ചാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതാണ് ആ അണുബോംബിന്റെ ആ ഒരു പ്രഹരം കാണിക്കുന്നത്. ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് ദീർഘകാല രോഗങ്ങളോ സംഭവിച്ചതായി കണക്കാക്കുന്നുണ്ട്. ഹലബ്ജയിലെ രാസാക്രമണത്തിലെ ഭൂരിഭാഗം ഇരകളും കുർദിഷ് പൊതുജനങ്ങളായിരുന്നു. ما حد شو نبي وكال وكلايته نيوي عربي نيوي وكردي. കുർദിസ്ഥാനിലെ ആളുകൾക്ക് കുർദിഷ് ഭാഷ മാത്രമാണ് വശം. അതുകൊണ്ട് തന്നെ എൻ്റെ ഇംഗ്ലീഷിൽ അവർക്കൊന്നും തിരിച്ചു പറയാനും പറ്റിയില്ല. എന്നിരുന്നാൽ പോലും അവിടെ നടന്നത് എന്താണെന്ന് ഗൂഗിൾ നോക്കിയും അവിടെ ലോക്കലെ ആളുകളോട് സംസാരിച്ചപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചത് താമ്പൂൺ, സാരിൻ, വിക്സ് എന്നീ നാഡീ വിഷങ്ങളും മസ്റ്റർഡ് വാതകം പോലുള്ള രാസായുധങ്ങളും ഉപയോഗിച്ചതായിട്ടാണ് അന്ന് കണക്കാക്കപ്പെട്ടത്. എന്നാൽ മുൻ മുതിർന്ന CIA വിശകലനകാരനായ സ്റ്റീഫൻ C. പെലറ്റിയർ അനുസരിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഇറാഖിന് താമ്പൂൻ പോലുള്ള നാഡീ വിഷമുണ്ടായിരുന്നില്ല, എന്നാൽ മസ്റ്റർഡ് വാതകം ഉണ്ടായിരുന്നുവെന്നും ആണ് കണ്ടുപിടിച്ചത്. ഇത് ഇറാൻ-ഇറാഖ് യുദ്ധത്തിൽ ഉപയോഗിച്ചതാണെന്നും പറയുന്നു. 2019 പുറത്തിറങ്ങിയ ഒരു അന്തർശാസ്ത്ര പഠനം 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഹലബ്ജയിലെ രാസാക്രമണങ്ങൾ ബാക്കിയുള്ളവരിൽ ദീർഘകാല ജീവശാസ്ത്ര, മാനസിക, സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായി കാണിക്കുന്നു. അപ്പോൾ ഇത്രയും 5000 ആൾക്കാരെ ഒന്നിച്ച് കബറടക്കിയ സ്ഥലങ്ങളുണ്ട്. എനിക്കിപ്പോ ഫലസ്തീൻ ഓർമ്മ വരുന്നത്. ഫലസ്തീനിലും ഇതേ അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാക്കുക. അത് പിന്നെ അറബ് രാഷ്ട്രം അല്ലാന്നേ ഉള്ളൂ. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ മരണപ്പെടുന്ന കുറെ ഫലസ്തീനികളാണ് ഇപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ അറിയിക്കുന്നത്. ശരിക്കും ഭയങ്കര സങ്കടമുണ്ട്. യാത്രക്കാരി എന്ന രീതിയിൽ ഓരോ രാജ്യത്തിന്റെ ചരിത്രം അറിയുമ്പോൾ സ്ഥലങ്ങളിൽ വന്നിട്ട് ഇത്രയും ഇതേ സെയിം നമ്മൾ ഇതുപോലത്തെ സ്ഥലങ്ങൾ ഇറാഖിന്റെ ആക്രമണം നടക്കുമ്പോൾ കുറെ ആളുകൾ അപ്പൊ 5000 ആൾക്കാർ ഒറ്റയടിക്ക് ഒരു അണുബോംബിന് പിന്നെ മരിക്കാൻ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. നമ്മൾ ജപ്പാനിൽ ഹിരോഷിമയിൽ, നാഗസാക്കിയിൽ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ അണുബോംബ് ഒരുപാട് ആളുകൾ. Okay, there is any other one? So I need your help for this one. ഇതെല്ലാം മരണപ്പെട്ട ആളുകളാണ്. കണ്ടോ, അവരെ ഡ്രസ്സ് അടക്കം, അവരെ തലയിൽ കെട്ടിയ സാധനം അടക്കം ഇവിടെ കാണിക്കുന്നുണ്ട്. ബോംബിട്ടിട്ട് ചെതറിപ്പോയതാണ്. ഇതൊക്കെ കുറച്ച് ഭാഗങ്ങളാണ് അധികം ആളുകളും കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, ഹലബ്ജ സ്പ്രിംഗ് ദ 1988. അതായത് ഈ ഒരു സംഭവത്തിനെ കുറിച്ച് വിവരിക്കുന്ന വലിയൊരു ബോർഡായത്. ആ സമയത്ത് ഇതൊക്കെയാട്ടെ ഫുള്ള് പൊട്ടിത്തെറിച്ച് പോയ ശരീരത്തിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയ ചില ഭാഗങ്ങൾ അവർ കൂട്ടിവെച്ചായി കാണുന്നത്. ശരിക്കും ഫലസ്തീനെ ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുന്നത്. ഇതൊക്കെയാട്ടെ തലയൊട്ടിയായിപ്പോയ മനുഷ്യന്മാർ, ചെരുപ്പുകൾ, ചെറിയ കുഞ്ഞുങ്ങൾ. ഇതൊക്കെയാട്ടെ ഈ ഒരു ഫോട്ടോ ആണ് നമ്മൾ പുറത്ത് കാണുന്ന ആ ഒരു പിന്നെ അവരൊരു പ്രതിമ പോലെ ഉണ്ടാക്കി വെച്ചില്ല. ദ നെയിം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് ഫോട്ടോ? ഉമർ. ഹൗ? ഹു ഈസ് ഉമർ? ഹൗ?
ഷഹീദ് ഓക്കെ. ഇതിപ്പം നമ്മൾ ഐലൻഡ് കുർദിനെ ഓർമ്മിക്കുന്ന പോലെ ഉമർ എന്ന് പറയുന്ന ആളാണ്. അപ്പം മൂപ്പരെ മോനെ മരിച്ച സമയത്ത് കെട്ടിപ്പിടിച്ചിട്ട് മോൻ്റെ കൂടെ മരിച്ച ഒരു ഇതാണ് അവർ പുറത്ത് കാണിക്കുന്നത്. അന്ന് സർവൈവ് ചെയ്ത ആളുകളായി കാണുന്നത്. ഇറാൻ. അപ്പോൾ അവർ ഇറാനിലുള്ളതെന്ന് പറയുന്നത് മുസ്തഷ്ഫ ഇറാനിലെ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയിട്ടുള്ളത്. Located the south Umar province and east of Kurdistan, the main. ഇവിടെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇതിനെ കുറിച്ചിട്ട്. നമുക്ക് പറയേണ്ട ബഹ്സാർ പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് ഹലബ്ജ കെമിക്കൽ ആക്രമണത്തിൽ പരിക്കേറ്റവരെ അന്ന് ഇറാനിലേക്കായിരുന്നു ചികിത്സക്കായി കൊണ്ടുപോയത്. 7,000 ആളുകളാണ് പരിക്കേറ്റവരിൽ ഇറാനിലേക്ക് എത്തിയത്. ഇറാനിൽ നിന്നും കുറേ ആളുകൾ മരണപ്പെടുകയും ബാക്കിയുള്ള ആളുകൾ സുഖം പ്രാപിക്കുകയും ചെയ്തു. എന്നാൽ പോലും ഇവരുടെ ശരീരമോ അല്ലെങ്കിൽ മനസ്സോ പുതിയൊരു ജീവിതത്തിലേക്ക് ഉതകുന്നതല്ല എന്നാണ് അന്നത്തെ ശാസ്ത്രം തെളിയിച്ചത്. ശേഷം പത്രങ്ങളിൽ വന്ന വാർത്തകളെ കാണുന്നത് ഫാമിലി മാർട്ടേഴ്സ് ഇൻ ഹലബ്ജ, അതായത് ഒരു ഫാമിലിയുടെ 14 ആളുകൾ മരണപ്പെട്ട ഒരു ഫാമിലി ട്രീ ആയത്. മരണപ്പെട്ട ആളുകളുടെ ഫോട്ടോ ഇവിടെ ഉണ്ട്. എല്ലാം ചെറിയ ചെറിയ കുട്ടികളാണ്. 81, 79, 70 ചെറിയ മക്കൾ. 88 നടക്കുമ്പം ഇവരെല്ലാം ശരിക്കും 5, 6, 7 ആ ഒരു വയസ്സിലാണ് ഈ കുട്ടികളെല്ലാം മരിച്ചിട്ടുള്ളത്. അസ്സലാമു അലൈക്കും. But God saved him. Now Umar works as a. So that time, what is your age? You're very small. What? You were very small yes, that time. At that time I 2 was years? 6 years old. 6 years. Yes. So your family all married. All of my family is dead. Only you are yes, the. Yes, only I know. My family's name from here, Muhammad Said to 6 person. You Another 6 line. people of your family Yes, dead yes. that incident. So in every Kurdish people have this story. Yes, I have a big story of at that time, 16th of March 1988. Only in one day, 5,000 people, mostly women and children, killed in this city by chemical gas. Salamat Bijan. Salamat. നമ്മളിപ്പോൾ കണ്ട ആള് സർവൈവറാണ്. അതായത് 36 കൊല്ലം മുന്നേ ഈ ഒരു ഹലബ്ജയിൽ അണുബോംബ് ഇട്ട സമയത്ത് 36 വയസ്സായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവരുടെ ഫാമിലിയിൽ 6 ആൾക്കാർ മരിച്ചു. ഉപ്പ, ഉമ്മ, അനിയന്മാരെല്ലാം മരിച്ച്. അപ്പോൾ ഇവിടുന്ന് 6 കിലോമീറ്ററാണ് ഇറാനിലേക്കുള്ള ദൂരം. അപ്പം ഇറാനികളാണ് ആ സമയത്ത് ഇവിടുത്തെ കുർദിസ്ഥാനിലെ ആളുകളെ രക്ഷിച്ചതെന്നാണ് പറയുന്നത്. അവരാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാ ആളുകളെയും, അതായത് ബാക്കി വന്ന ആളുകൾ കൊണ്ടുപോയത് ഇറാനിലെ ഹോസ്പിറ്റലിലേക്കാണ്. അപ്പോൾ ഈ കാണുന്ന ആളുകളുടെ പേരാണ് നമ്മൾ ഈ കാണുന്നത്. So it's all details in English. Yes, in English. Okay. For you. Okay, thank you, brother. ശുക്രൻ. ഇത് ആ ഒരു അണുബോംബ് നാശം ഉണ്ടായ സമയത്ത് സദ്ദാമിൻ്റെ പട്ടാളക്കാർ ഉപയോഗിച്ചിട്ടുള്ള. ഇറാഖിൻ്റെ പ്രസിഡന്റായ സദ്ദാം, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഒട്ടേറെ ഇതുപോലുള്ള ആക്രമണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ആളുകളെ, ലക്ഷക്കണക്കിന് ആളുകളെ സദ്ദാമിൻ്റെ പട്ടാളം കൊന്നൊടുക്കുക എന്നാണ് പറയുന്നത്. എന്നാൽ ഹലബ്ജയിലെ കാര്യം കുറച്ച് വ്യത്യസ്തമാണ്. ഇറാനികൾ കുർദിസ്ഥാനിലെ ആളുകളോട് ചേർന്നിട്ട് സദ്ദാമിനെതിരെ ചില നീക്കങ്ങൾ നടത്തുമ്പോഴാണ് ഈ ഒരു ഹലബ്ജ കെമിക്കൽ അറ്റാക്ക് നടന്നത്. സ്വന്തം രാജ്യത്വം വിഘടിക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടിയുള്ള സദ്ദാമിൻ്റെ ഒരു മുന്നൊരുക്കമായിരുന്നു ഈ ഹലബ്ജയിലെ കെമിക്കൽ അറ്റാക്ക്. പക്ഷേ അതിനുള്ളിൽ ഇറാഖിനെ ആക്രമിക്കാൻ വന്ന ഇറാനികളോടുകൂടെ ഇവിടുത്തെ സാധാരണക്കാരായ നാട്ടുകാർ മരണപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമകരമായ സത്യം. 2010 ഇറാഖിലെ സുപ്രീം ക്രിമിനൽ ട്രിബ്യൂണൽ ഹലബ്ജ കെമിക്കൽ ആക്രമണത്തെ ഇറാഖ് പ്രസിഡന്റായിരുന്ന സദ്ദാം ഹുസൈൻ്റെ കാലഘട്ടത്തിൽ കുർദിഷ് ജനതയ്ക്കെതിരെ നടന്ന ജനവിച്ഛേദനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അതേ വർഷം കാനഡയുടെ പാർലമെൻറ്റും ഈ ആക്രമണത്തെ മാനവതാവിരുദ്ധ കുറ്റമായി പ്രഖ്യാപിച്ച് ഔദ്യോഗികമായി അപലപിച്ചു. 2003 ഇറാഖ് കയ്യേറ്റത്തിനിടെ പിടിക്കപ്പെട്ട അൽ മജീദിനെ ഈ ആക്രമണം ഉത്തരവിട്ടതിന് വിചാരണ ചെയ്തു കുറ്റക്കാരനെന്ന് കണ്ടെത്തി. 2007 ജൂണിൽ മരണദണ്ഡം വിധിക്കുകയും 2010 ജനുവരിയിൽ തൂക്കിലേറി ശിക്ഷ നടപ്പാക്കുകയും ചെയ്തു. സദ്ദാം ഹുസൈൻ്റെ ഭരണകാലത്ത് കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം 5 ലക്ഷത്തിലേറെ എന്നാണ് കണക്ക്. ഹലബ്ജ ആക്രമണത്തിൽ മരണപ്പെട്ട ആളുകളെ ഒന്നൊടുക്കം ഖബറടക്കിയത് ഈ കാണുന്ന പള്ളിയിലാണ്.
ഇതാണ് ആ പള്ളി ഷഹീദ്. അത്രയും ആളുകളെ അവരുടെയൊക്കെ സ്ഥലമാണിത്. A prayer for the 24 bodies in this grave. These are some the victims of that ruthless attack by chemical weapon on the city of Halabja by Saddam's regime on 16th March 1988. May God bless them. അതായത് ഇവിടെ 24 ബോഡി ഇതിൻ്റെ ഉള്ളിൽ ഖബറടക്കി എന്നാണ് പറയുന്നത്. ഖബറുകൾ കഥ പറയുന്ന ഒരവസ്ഥയാണ് ഞാനിപ്പം കാണുന്നത്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഈ കുർദിസ്ഥാനിൽ മരണപ്പെട്ട ആളുകളെ ഖബറടക്കേണ്ട സ്ഥലമെങ്കിലും ഉണ്ടോ? പക്ഷെ ഞാൻ ആലോചിച്ച ഫലസ്തീനിലെ മക്കൾ ഖബറെടുക്കാൻ അവിടെ സ്ഥലമുണ്ടോ? അവരെ സ്വന്തം രാജ്യം പോലും അല്ലാതായി മാറിയിരിക്കുന്നില്ല അവിടുത്തെ അവസ്ഥ. ഇതിങ്ങനെ ഫുള്ളും ആ ഒരു 5000 ആളുകൾ ഇതിൻ്റെ ഉള്ളിൽ ഖബറടക്കി എന്നാണ് ഇവർ പറയുന്നത്. ഡ്രസ് ഇതാണ് കുർദിസ്ഥാനിലെ ഡ്രസ്സ് കേട്ടോ. കുർദികളുടെ ഡ്രസ്സ് ഇങ്ങനെയാണ്. നമ്മൾ കണ്ണെത്താ ദൂരത്ത് അത്രയും ഖബറുകൾ 5000 എന്നെല്ലാം പറയുമ്പോൾ ഇപ്പൊ നമ്മള് വാദി സലാമില് പോയിട്ടില്ലേ, നജഫില്, ഏകദേശം അതേ ഒരു ഫീലാ തോന്നുന്നത്. അവിടെ പിന്നെ മില്യൺ ഖബറാണ്. ഇത് 5000 ആളുകളുടെ ഖബറടക്കിയ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്ക് അത് ചിന്തിക്കേണ്ട അവസ്ഥ പോലും ഇല്ല. ഇതിവിടെ എ പ്രേയർ ഫോർ ദ 1500 bodies in this grave. These are some of the victims. അതായത് ഇത് ഈ നമ്മൾ കയറി വരുമ്പോൾ കണ്ടത് 14 ബോഡികൾ ഒന്നിച്ച് കബറടക്കിയ സ്ഥലമാണ്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 1500 മയ്യത്തുകൾ ഒന്നിച്ച് കബറടക്കിയ സ്ഥലമാണ് ഇത്. അപ്പോൾ 5000 ആളെന്ന് പറയുമ്പോൾ ഇവർക്ക് ഒന്നിച്ചിട്ട് ഇങ്ങനെ ചിലപ്പോൾ 2000 ആൾക്കാർ ഒരു കബറായിട്ട് വെക്കും, അല്ലെങ്കിൽ 1500 ആൾക്കാർ അങ്ങനെ വെച്ചിട്ടാണ് ഇവരൊന്ന് കബറടക്കിയിട്ടുള്ളത്. ബാക്കിയുള്ള ആളുകൾ ഈ കാണുന്ന പോലെ ഇങ്ങനെ നോർമലായിട്ടും വെച്ചിട്ടുണ്ട്. ചില ആളുകൾ അവരെ ഫാമിലീസ് വന്നിട്ട് നമ്മൾ നജഫിലെല്ലാം കാണുന്ന പോലെ ജസ്റ്റ് ഒരു കവർ പോലെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് 440 ആൾക്കാരെ കബറടക്കിയത് ഇതിൻ്റെ ഉള്ളിലാണ്. 440 ആൾക്കാരെ ഒന്നിച്ച് കബറടക്കിയിട്ടുള്ളത്. ഷഹീദാണ് അവർ, ഷഹീദ്. This one what? شهيد مخفر شيء. അപ്പം നമ്മൾ ഓൾറെഡി കണ്ടത് ഏകദേശം 2000 ആളുകളെ ഖബർ നമ്മൾ കയറി വരുന്നിടത്ത് കണ്ട്. ഇത് ബാക്കിയുള്ള ഇത് ബാക്കിയുള്ള ആളുകളുടെ ഖബറാണ്. This is 3000? No. How much? 1000. Yes. Okay. അപ്പം ബാക്കിയുള്ള നമ്മൾ 2000 അവിടെ കണ്ട് 3000 ആയി. ഒരാൾ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ദ്രാസ് കാർഗിൽ പോയ സമയത്ത് അവിടെ കാർഗിൽ യുദ്ധത്തിൽ മരിച്ച നമ്മൾ കുറേ ഇന്ത്യൻ പട്ടാളക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരെ അപ്പോൾ അവരെ ഫുള്ളും ബോഡിയും വെച്ചത് ആഡ് ചെയ്യുന്നു. അപ്പോൾ അത് ഏകദേശം ഇതുപോലെ ഉണ്ടായത്, ഇതുപോലെ ഒരാൾ പേര് കൊടുത്തിട്ട് വെച്ചിട്ടുണ്ടായത്. ഇത് ആ ഒരു ഹലബ്ജ മോണിമെൻറ്റിൻ്റെ ജസ്റ്റ് ഒരു പ്രതീകമായിട്ട് ഇങ്ങനെ ഒരാളെ കൈയൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ മാത്രം, അതായത് ഈ കുർദിസ്ഥാനിൽ മാത്രം കബറടക്കിയിട്ടുള്ളത്. ബാക്കി ഇവിടെ ലോക്കലായിട്ട് ആളുകൾ മരിച്ച കബറും മയ്യത്തും കൂടി ഇവിടെയാണ് കബറെടുക്കുന്നത്. അപ്പോൾ ഇറാഖിൻ്റെ ചരിത്രത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പല രീതികളിലും ഇറാഖിൽ പല ചരിത്രങ്ങളുണ്ട്. ഇപ്പോൾ സദ്ദാമിൻ്റെ സമയത്ത് മരണപ്പെട്ട ആളുകൾ, നിരപരാധികളായിട്ടുള്ള ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ താമസിച്ച വീട്ടിൽ അവരെ കുറേ ഫാമിലി, ഇപ്പം കുർദിസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ ഏത് കുർദിഷ് ഫാമിലി എടുത്താലും അവരെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഇതിൽ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്ക്. അപ്പോൾ അതിലൊരു സർവൈവറാണ് നമ്മൾ നേരത്തെ കണ്ട ഓഫീസിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ യുദ്ധങ്ങൾ കൊണ്ട് എപ്പോഴും ഏത് രാജ്യം നോക്കുകയാണെങ്കിലും ആളുകൾ മരണപ്പെടുത്തി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഈ അടിച്ചമർത്തലുകൾ അല്ലെങ്കിൽ കലാപങ്ങൾ അല്ലെങ്കിൽ ആളുകളെ കൊല്ലുന്ന രാഷ്ട്രീയത്തോട് ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഒരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇന്നലെ 2 ദിവസം മുന്നേ പെഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായി. അപ്പം നിരപരാധികളായ കുറേ ഇന്ത്യക്കാർ, 28 ഇന്ത്യക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരുപോലെ തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഒരു ഹലബ്ജ മോണുമെൻ്റ് കണ്ട സമയത്ത് ഞാൻ ആലോചിച്ചത് ഫലസ്തീനിലെ മക്കളെക്കുറിച്ചാണ്, ഫലസ്തീനിലെ ആൾക്കാരെ കുറിച്ചാണ്. ഇവർക്കൊന്നുമില്ലെങ്കിൽ കബറെടുക്കാൻ ഇതുപോലൊരു സ്ഥലമെങ്കിലും ബാക്കിയുണ്ട്. പക്ഷേ അവരെ കബറെടുക്കുന്ന സ്ഥലങ്ങൾ പോലും നാളെ ബോംബിട്ട് തകർക്കുന്ന ഒരു ശരീരം പോലും മണ്ണിനോട് ചേരുന്നില്ല, എല്ലാം പൊട്ടിത്തെറിച്ച് നശിച്ചു പോവുകയാണ്.
അപ്പോൾ ഒരു യാത്രക്കാരൻ രീതിയിൽ, ഒരു ട്രാവലർ രീതിയിൽ മാത്രമല്ല ഞാൻ ചിന്തിക്കുന്നത്. നമ്മളെ സമൂഹത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊരു യാത്രയാണ്. അപ്പം ഈ ഒരു സമയത്ത് ഇവിടെ വന്ന് നിൽക്കുമ്പം അത് ഭയങ്കര വല്ലാത്തൊരു വിഷമവും സങ്കടമുണ്ട്. ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ അന്ന് മരണപ്പെട്ട ഫുള്ളും നിരപരാധികളായ ആൾക്കാരാണ്. അതായത് സദ്ദാം ഇവിടെ ഇറാഖ് ഭരിക്കുന്ന സമയത്ത് ഇവിടെ കുർദുകൾക്കിടയിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ഇറാനെ കൂട്ടുപിടിച്ചിട്ട് ഇറാഖിൽ നിന്ന് തന്നെ വേറൊരു രാജ്യം പോലത്തെ സംഭവം ഇതും കാശ്മീരിൽ നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഇതിലുണ്ടായി എന്നാണ് ഞാൻ അറിഞ്ഞ ഒരു കാര്യം. ഇവിടുന്ന് കുറേ ആൾക്കാർ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയതാണ്. അതായത് സ്വന്തം ഒരു വിഘടനം വരുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഇറാഖികളുണ്ടോന്നോ കുർദിസ്ഥാനികളുണ്ടോന്നോ ഒന്നും നോക്കാതെയുള്ള ഒരു അനുഭവമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിരപരാധികളായിട്ടുള്ള കുർദുകൾ കുറേ മരണപ്പെട്ട്, അതുപോലെ തന്നെ ഈ രാജ്യം ഇറാഖ് എന്ന രാജ്യം അന്ന് സദ്ദാം ഭരിക്കുന്ന സമയത്ത് അത് വിഘടിക്കാൻ വേണ്ടി തുനിഞ്ഞ ആളുകളുടെ കൂടെ ഇവരും കൂടി മരണപ്പെട്ടു എന്നുള്ളതാണ് പരമസത്യം എന്നാണ് പറയാം. ഞാൻ ഈ സ്ഥലങ്ങളെ കുറിച്ച് നമ്മളെ നാസർക്കാണ് ശരിക്കും ഈ സ്ഥലം എനിക്ക് പറഞ്ഞു തന്നെ. അതായത് ഹലബ്ജ ഉണ്ട് നമ്മളെ എർബിലെ നാസർക്കാണ് പറഞ്ഞു തന്നെ. അപ്പോൾ വന്ന സമയത്ത് കുറച്ചും കൂടി ഉള്ളോട്ട് കയറണമെങ്കിൽ ഈ ലോക്കൽസിൻ്റെ ഹെൽപ്പ് വേണം. ഇപ്പോൾ ഇങ്ങോട്ട് കയറണമെങ്കിൽ അവിടെ ചോദിച്ചപ്പോൾ ഇവരുള്ളത് കൊണ്ടാണ് എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയത്. അതുപോലെ തന്നെ നമ്മൾ ഈ മോണുമെൻ്റ് അകത്ത് പോയി കഴിഞ്ഞാലും അവിടെ കുറേ കുർദിഷ് ഭാഷയിൽ എഴുതിയിട്ടില്ല. അപ്പോൾ ഇവരുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റും. അപ്പോൾ അതിന് ഏറ്റവും വലിയ ഹെൽപ്പ് ചെയ്ത് ഈ രണ്ട് ആൾക്കാരാണ്.